എന്ത് മോട്ടിവേഷൻ, എന്ത് മോട്ടിവേറ്റർ. ഈ ലോകത്ത് മാതാപിതാക്കളെക്കാൾ വലിയ മോട്ടിവേറ്റേഴ്സ് മക്കൾക്ക് ഉണ്ടോ? ലഭിക്കുമോ വേറെ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ഫിലിപ്പ് മമ്പാട് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയുടെ അറസ്റ്റിനെ തുടർന്നാണ് ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പുറത്തു വരുന്നു. ആ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഒഴിഞ്ഞു വെക്കേണ്ടതെന്ന്. വെറും 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഫിലിപ്പ് മമ്പാട് പീഡിപ്പിച്ച ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങെന്നോ എന്തിൻ്റെങ്കിലും പേരിൽ ഇയാളെ ഏൽപ്പിച്ച ആ മാതാപിതാക്കളെയാണ് ശരിക്കും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ. സ്വന്തം അപ്പനും അമ്മയ്ക്കും ആ കുട്ടിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആ കുട്ടിയെ മനസ്സിലാക്കാൻ കഴിയുക? മാനസികമായി ആ കുട്ടി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ മനസ്സിനെ മെരുക്കിയെടുത്ത്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ബ്രെയിൻ വാഷ് ചെയ്തോ എങ്ങനെയെങ്കിലും മക്കളെ വഴിക്ക് കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളുടെ തന്നെ കടമയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒരു പരിചയമില്ലാത്ത ഒരാൾ സോഷ്യൽ മീഡിയ വഴിയോ അങ്ങനെയൊക്കെ വലിയ പ്രശസ്തിയിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയണമെന്നില്ല, ചുമ്മാ അങ്ങ് ഏൽപ്പിക്കുകയാണ്. സ്വന്തം അപ്പനെയോ സഹോദരനെ പോലും വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഈ കാലത്താണെന്ന് ഓർക്കണം. ഭാര്യ 2020 മുതൽ വേറെയാണ് താമസിക്കുന്നത്, വേറൊരാളുമായിട്ട് ലിവിങ് ടുഗദർ ആണെന്നാണ്. എന്നിട്ട് ഇപ്പോൾ ആ ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യയും മകളും ഒക്കെ വന്ന് വെളുപ്പിക്കാൻ നോക്കുവാണ്. അയാളുടെ കുൽസിത പ്രവൃത്തികൾ താങ്ങാൻ കഴിയാതെയാണ് ഭാര്യ വേർപിരിഞ്ഞ്. എൻ്റെ ഭർത്താവ് അങ്ങനെയില്ല, എൻ്റെ അപ്പൻ അങ്ങനെയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതുകൊണ്ടാണ് ഈ ഫിലിപ്പ് മമ്പാട് എന്ന ആൾ 16-കാരിയെ പീഡിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്ത്. ഇയാൾ പോയ വഴിയിലെല്ലാം CCTV സാക്ഷിയാണ്. ആ പെൺകുട്ടിയെ കാസർഗോഡ് എന്തോ യാത്രയ്ക്ക് പോവുകയാണോ, മോട്ടിവേഷൻ സ്പീക്കിന് പോവുകയാണോ, വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് പ്രലോഭിച്ച് കൊണ്ടുപോയതാണ്. ഈ പെൺകുട്ടിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന മനസ്സിന്, അതെല്ലാം ഇയാളൊരു കൗൺസിലറാണ് എന്നോർത്ത് ഈ പെൺകുട്ടിയെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇയാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന. മുറിയെടുത്ത് ഒരു ദിവസം തന്നെ പലതവണ ഇയാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതെ, വീട്ടിൽ വെച്ചും ഇയാൾ ആ പെൺകുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇയാൾ നേരത്തെ ഹോമോസെക്ഷൽ ആയിരുന്നു എന്നൊക്കെ വെളിവായിട്ടുണ്ട്. മക്കളെ മനസ്സിലാക്കാൻ പ്രപഞ്ചത്തിലെ പോരാളി അമ്മയോടത്തോളം വരില്ല ആരും. ഈ ഫിലിപ്പ് മമ്പാട് മലപ്പുറംകാരനായതുകൊണ്ട് അവിടുത്തെ മുസ്ലിം വിഭാഗക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി ഖുറാനെയൊക്കെ അയാൾ അങ്ങനെ പല പല ഗ്രന്ഥങ്ങളെക്കുറിച്ച് അയാൾ ഒരുത്തിയൊക്കെ പറഞ്ഞ പല മതസ്ഥരെ അയാൾ കയ്യിലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫിലിപ്പ് മമ്പാട് വെറും നികൃഷ്ടജീവിയാണെന്നുള്ളതിൻ്റെ തെളിവുകളായിട്ടാണ് അയാളുടെ വാട്സാപ്പ് ചാറ്റുകൾ, ആ വോയിസ് എല്ലാം പുറത്തു വന്നിരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് അയച്ചതിൽ എന്നെ ഇഷ്ടപ്പെടേണ്ട, എനിക്കിഷ്ടമാണ്, എൻ്റെ അടുത്തോട്ട് വരാനുള്ള ബുദ്ധിമുട്ട്, ഞാൻ അങ്ങോട്ട് വന്നോളാം, അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളാം. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആ പെൺകുട്ടിക്ക് ഇയാളുടെ താല്പര്യമില്ല എന്നാണ്. കാരണം എങ്ങനെ താല്പര്യപ്പെടാൻ കഴിയും? അപ്പൻ്റെ പ്രായമുള്ള ആൾ, മാതാപിതാക്കളുടെ ചെറിയ ഒരു അനാവസ്ഥ കാരണം ചെറിയൊരു പ്രശ്നമായിരിക്കും ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളായിരിക്കാം. ഇപ്പോൾ അത് ഏത് തലം വരെ എത്തിച്ചു? അവനവൻ്റെ മോട്ടിവേറ്റർ അവനവൻ തന്നെയാണ്. ഇപ്പം മണ്ണൻ്റെ ഭാര്യ അഭിമുഖത്തിൽ പറഞ്ഞ ബിസിനസ്സാണ്, ആ ബിസിനസ് സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതൊക്കെയാണ്. പച്ചക്കള്ളമാണ്. ആ പെൺകുട്ടിയുടെ മൊഴിയിൽ അയാളുടെ വീട്ടിൽ അമ്മയോ സഹായമോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ ഭാര്യയും മക്കളൊന്നും ഉണ്ടായിട്ടില്ല. ഇയാൾ കൗൺസിലിംഗ് നടത്തിയ കുട്ടികളെയൊക്കെ ഒന്നോടെ നല്ല രീതിയിൽ വേറെ നല്ല ആൾക്കാരെ കൊണ്ട് കൗൺസിൽ ചെയ്യിപ്പിക്കുമോ, അവരെയെല്ലാം ഒന്നോടെ മാതാപിതാക്കളെ കൊണ്ടോ ഒക്കെ ഒന്നോടെ ആ കുട്ടികളുടെ മനസ്സ് തുറപ്പിക്കുന്നത് നല്ലതായിരിക്കും. ആ 16-കാരിക്ക് അവിടെ നിന്ന് അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലായിരുന്നു. പിന്നെ എങ്ങനെയോ ആ പെൺകുട്ടി സ്വന്തം വീട്ടിൽ എത്തിയപ്പോൾ കൂട്ടുകാരികളോടും മറ്റുള്ളവരോടൊക്കെ അങ്ങനെ പങ്കുവെച്ച് അങ്ങനെയാണ് മാതാപിതാക്കൾ അറിഞ്ഞ് ഇത് കേസായിട്ട് മാറിയത്. ഇനിയിപ്പോൾ ആ പെൺകുട്ടിക്ക് അങ്ങനെ പോകാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ അവസ്ഥ ഓർത്ത് നോക്കൂ. ആ പെൺകുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടായതുകൊണ്ട് മമ്പാടിൻ്റെ തലിനിറം പുറത്തേക്ക് വന്നത്. ഏതായാലും ഇയാളുടെ കാര്യത്തിൽ പോലീസുകാർ ഉണർന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് എല്ലാ കള്ളക്കളികളും പുറത്തേക്ക് വന്നത്. നിയമത്തിൻ്റെ മുമ്പിൽ ഫിലിപ്പ് മമ്പാട് എന്ന മോട്ടിവേഷൻ സ്പീക്കറുടെ മുഖം മൂടി അഴിച്ചു വീഴാൻ ഇടയാക്കിയ ആ പെൺകുട്ടിയെ അഭിനന്ദിക്കാതെ വയ്യ. ഒരു കണക്കിന് അയാൾ പോലീസിൽ നിന്ന് VRS എടുത്തു പോയത് നന്നായി. അല്ലെങ്കിൽ പോലീസായിട്ട് ഇപ്പോഴും തുടർന്നായിരുന്നെങ്കിലത്തെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. ദുരവസ്ഥയായിരുന്നേനെ അയാൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കേസുകളും. ഫിലിപ്പ് സാറിന്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിലാരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു. ഫിലിപ്പ് മമ്പാടിൻ്റെ
ഡൈവേഴ്സ് ചെയ്ത മുൻ ഭാര്യ എന്ന ആ സ്ത്രീ ഒരു ഡിവോഴ്സാനുള്ള കാര്യം എന്താ ചേട്ടാ? ഡിവോഴ്സ് ആണ് അവരുടെ ഫാമിലി പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ കുടുംബം നോക്കുന്നില്ല, പിള്ളേരെ നോക്കുന്നില്ല, അങ്ങനെ ആണ്. പക്ഷെ ഇപ്പൊ ഈ ചേച്ചി ഓടി പുള്ളിയുടെ ഇതിനൊക്കെ പോയി ചില വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ അറിവോട് വേണം, നിങ്ങളുടെ വീട്ടിലെ സംരക്ഷണം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പോണത് ശരിയാണോ? അതെന്താ വെച്ചാല് അത് പോയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പിള്ളേരുടെ അപ്പനാണ്. ഒരു വീഡിയോയിലൊക്കെ പറയുന്നത് അവര് ഒരുമിച്ച് പുള്ളിയുടെ കൂടെ തന്നെയാണ് താമസം വർഷങ്ങളായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് അവരെ കൊണ്ട് അവരെ പറയിപ്പിക്കുന്നതാണ്. ലിവിങ് ടുഗദർ ആയിരുന്നു ഒരാളുടെ കൂടെ. അയാളുടെ വോയിസ് ക്ലിപ്പാണ് കേട്ടത്. എന്നിട്ടാണ് ആ സ്ത്രീ പച്ചക്കള്ളം പറഞ്ഞത്. ബിസിനസ്സാണ്, അത് കഴിയുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഒരു സാമ്പത്തികം സ്ഥിതി കണ്ടിട്ട് പൈസയ്ക്ക് വേണ്ടിയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ സ്ത്രീ മക്കളൊക്കെ ഇതുപോലെ ചലയ്ക്കുന്നത്, അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഫിലിപ്പിനെ 2020 ഈ സ്ത്രീ ഡൈവേഴ്സ് ചെയ്തതാണ്. അന്ന് ഡോളി എന്നായിരുന്നു പേര്. പിന്നീട് ഇദ്ദേഹത്തിനൂടെ ലിവിങ് ടുഗദർ ആയപ്പോൾ ഇസ എന്ന പേര് മാറ്റി. അപ്പം പിന്നെ ഇത്രയും നുണ പറയുന്ന അവർ ഫിലിപ്പ് മമ്പാടിനെ എത്ര ഒളിപ്പിക്കാൻ നോക്കിയാലും അത് ശരിയാവില്ലല്ലോ. അവർ പറയുന്നതെല്ലാം നുണയായിട്ടേ കണക്കാക്കാൻ കഴിയുള്ളൂ. ഒരു കാരണവശാലും ഫിലിപ്പ് മമ്പാട് എന്ന ആ വ്യക്തിക്ക് ജാമ്യം കൊടുക്കരുത്. കൊടുത്താൽ ഇനിയും ഇതുപോലെ ഫിലിപ്പ് മമ്പാടന്മാർ ആവർത്തിക്കപ്പെടും. ആ 16-കാരിക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ.